ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ്. അത് നമുക്ക് നല്ല ഒരു ബീഫിൻ്റെ ടേസ്റ്റ് വയ്ക്കാം. നല്ല മസാലയൊക്കെ ഇട്ട് നട്ട് നല്ല ടേസ്റ്റോടെ വയ്ക്കാം. ഇതെല്ലാവരും വീട്ടിലൊക്കെ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. സോയാബീൻ കറി വയ്ക്കാം, ഫ്രൈ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഊറ്റി വരി വെക്കാം. അങ്ങനെല്ലാം ഊറ്റി വരി വെച്ചു. ഇനി നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാനുള്ള എടുക്കാം. അരിഞ്ഞു വെച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, ഇത്രയും നമുക്കൊന്ന് വെളിച്ചെണ്ണയിലെ ഞാനതൊന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം, എന്നാലും കൂടുതൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. ഉഴുന്ന് പരിപ്പിട്ട് ലേശം കടുകിട്ട് ഈ മുളകിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക്, തക്കാളി, ഇളക്കി കൊടുക്കുക. അടച്ചു വയ്ക്കാം. പൊടികളൊക്കെ എടുത്തു വച്ചേക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാല, നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒരു അടപ്പുകളിൽ എടുത്തു വച്ചേക്കുക. ഇനി ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ആദ്യമേ ലേശം കുരുമുളക് പൊടി ഇടുന്നത് കുറച്ച് മതി. പിന്നെ എല്ലാം ആർക്കും ആവശ്യത്തിനനുസരിച്ച് ഇടുക, ടേസ്റ്റിനനുസരിച്ച്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1 സ്പൂണ്. കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 സ്പൂണ്, 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം അടച്ചു വയ്ക്കാം. നമുക്കിതിനകത്തോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം നല്ല വൃത്തിയായിട്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കാം.
മസാല പിടിക്കട്ടെ. ഇനി നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇതാവാൻ വേണ്ടി. കുറച്ച് വെള്ളം ഇരുന്ന് അവിഞ്ഞ് വെന്തോളും. ആവിയിൽ വെന്തോളും. കുറച്ച് കറി മസാല, കറിവേപ്പില, അടച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് സോയാബീൻ റെഡിയായി വരുന്നുണ്ട്. പറ്റിച്ചെടുക്കാം. ശരിയില്ല, സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.